ഹലോ ഷാലോം, ദ ബുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുത്തൻ പേജുകളിലേക്ക്, അവസാന പേജുകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. മൗനം വിദ്വാനുഭൂഷണം എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മൗനത്തിന്റെ സഹചാരിയായ നിശബ്ദതയെക്കുറിച്ചാണ്. മനുഷ്യ മനസ്സ് കുരങ്ങിനെ പോലെയാണ്, അത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചിന്തയാണ് പ്രവൃത്തിയുടെ ആരംഭം, ചിന്ത നന്നായാൽ സർവവും നന്നായി എന്നൊക്കെ നിരന്തരം കേട്ടിട്ടുള്ളതിൽ വല്ല കാമ്പുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും യെസ്, ഉണ്ട്. നിശബ്ദത ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു, ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നിവ കുറയ്ക്കുന്നു. സൈലൻസ് പ്രാക്ടീസ് ചെയ്താൽ ഹാപ്പി ഹോർമോണുകളിൽ ഉൾപ്പെടുന്ന ഡൊപാമൈൻ, സെറോട്ടോണിൻ എന്നിവ വർദ്ധിക്കുന്നു. ഇവ രണ്ടും സ്ട്രെസ് കുറയ്ക്കുന്നു, ബെറ്റർ മൂഡ് കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്നു. നാച്ചുറൽ വേദനാ സംഹാരിയായ എൻഡോർഫിൻ്റെ ഉൽപ്പാദനം പോലും നിശബ്ദത വർദ്ധിപ്പിക്കുന്നുണ്ട് പോലും. തലച്ചോർ ശരീരത്തോട് കണക്റ്റ് ആയിരിക്കുന്നത്, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ന്യൂറോൺസിലൂടെയാണ്. സൈലൻസ് ന്യൂറോൺസിന്റെ ഉൽപാദനം കാര്യക്ഷമമാക്കുന്നു. ബോധ്യവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിശബ്ദതയിൽ ചെലവഴിച്ച സിദ്ധാർത്ഥൻ ശ്രീബുദ്ധനായതിലും എൻലൈറ്റ്മെന്റ് സംഭവിച്ചതിലുമൊക്കെ ഈ പറയുന്ന സൈലൻസിന് സാരമായ പങ്കുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? സോ വാട്ട്? കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ദ ബുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമായി ചിന്തിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ ആദ്യമായി ചിന്തിച്ച കാര്യങ്ങളായിരുന്നില്ലേ? ഇനി ഈ പുതുവർഷത്തിൽ സ്വയമേവ കുറച്ച് സമയം നിശബ്ദതയിൽ ചെലവഴിക്കാൻ ശ്രമിച്ചാലോ? കാണാത്ത കാഴ്ചകൾ കാണാനും കേൾക്കാത്ത കാര്യങ്ങൾ കേൾക്കാനുമൊക്കെ കുറഞ്ഞത് ഒരു 3 മിനിറ്റ്. ബുക്കിൽ എഴുതേണ്ടത് എല്ലാ ദിവസവും എപ്പോൾ ഈ 3 മിനിറ്റ് സമയം ശാന്തമായിരിക്കാൻ, ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ച് നിശബ്ദതയിൽ ചെലവഴിക്കാൻ സാധിക്കും എന്ന് മാത്രമാണ്. മാറ്റിവെക്കാൻ തയ്യാറായാൽ മാറ്റം നിങ്ങളെ തേടി വരും. നന്ദി വളരട്ടെ, നന്മ വളരട്ടെ. Remember, life changes when gratitude begins.